അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഒരു അപ്രതീക്ഷിത നീക്കം ആഗോള നയതന്ത്രവേദിയിൽ പുതിയ ചർച്ചകൾക്ക് തിരിതെളിയിച്ചിരിക്കുകയാണ്. പാകിസ്ഥാന്റെ സൈനിക മേധാവിയായ ജനറൽ അസിം മുനീറിനെ വൈറ്റ് ഹൗസിലെ ഒരു സ്വകാര്യ ഉച്ചഭക്ഷണത്തിന് ക്ഷണിച്ചിരിക്കുകയാണ് ഡൊണാൾഡ് ട്രംപ്. പുതിയ ചർച്ചകൾക്കും വിവാദങ്ങൾക്കും വഴി തുറന്നിരിക്കുകയാണ് ട്രംപിന്റെ ഈ ക്ഷണം. പ്രസിഡന്റിന്റെ ഔദ്യോഗിക ഷെഡ്യൂളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് നടന്ന ഈ രഹസ്യ ഭക്ഷണത്തിൽ മാധ്യമങ്ങൾക്കും ക്യാമറകൾക്കും പ്രവേശനമില്ലായിരുന്നു. സാധാരണ രാഷ്ട്ര നേതാക്കളെ മാത്രമേ വൈറ്റ് ഹൗസിലേക്ക് ക്ഷണിക്കാറുള്ളൂ. എന്നാൽ ഈ വേറിട്ട ക്ഷണം ട്രംപിന്റെ നേതൃത്വത്തിലെ നയതന്ത്ര സമീപനത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ളതാണെന്ന് വിദഗ്ധർ വിലയിരുത്തുന്നു. ഇതിനു മുൻപ് അമേരിക്കൻ പ്രസിഡന്റുമാരുമായി അത്തരം ഉച്ചഭക്ഷണങ്ങളിൽ പങ്കെടുത്തത് 3 പാകിസ്ഥാൻ സൈനിക മേധാവികളാണ്. അതിൽ പ്രസിഡന്റ് അയൂബ് ഖാൻ ജോൺ എഫ് കെനഡിയുമായും ജനറൽ സിയാഉൽ ഹഖ് റൊണാൾഡ് റീഗനുമായും പർവേസ് മുഷറഫ് ജോർജ് ബുഷിനൊപ്പവുമായിരുന്നു ഉച്ചഭക്ഷണ വിരുന്നിനിരുന്നത്. എന്നാൽ ഇവരെല്ലാം അന്നത്തെ പാകിസ്ഥാൻ പ്രസിഡന്റുമാരായിരുന്നു. അവർ ഒരു രാജ്യത്തിൻ്റെ അധികാരികളായിരുന്നു. പക്ഷേ അസിം മുനീർ സൈനിക മേധാവി മാത്രമാണ്. ചരിത്രത്തിൽ തന്നെ ആദ്യത്തെ അടയാളപ്പെടുത്തലാണ് ഒരു സൈനിക ഉദ്യോഗസ്ഥനെ വിരുന്ന് വിളിച്ചുകൊണ്ടുള്ള അമേരിക്കൻ പ്രസിഡന്റിന്റെ നേരിട്ടുള്ള ക്ഷണം. ഇന്ത്യ ഈ നീക്കം ഗുരുതരമായി തന്നെയാണ് വിലയിരുത്തുന്നത്. പ്രത്യേകിച്ചും ഇന്ത്യയുടെ നയതന്ത്ര പ്രതിനിധികൾ അമേരിക്കയിലും മറ്റ് രാജ്യങ്ങളിലും പാകിസ്ഥാന്റെ തീവ്രവാദ പിന്തുണയെക്കുറിച്ച് വിവരിച്ചു വരികയാണെന്നത് പരിഗണിച്ചാൽ പഹൽഗാം ആക്രമണവും അതിർത്തിയിൽ നിരപരാധികളായ ഇന്ത്യക്കാർ കൊല്ലപ്പെട്ട സംഭവവും അന്താരാഷ്ട്ര ഫോറങ്ങളിൽ ശക്തമായി ഉന്നയിച്ചിരിക്കുകയാണ് ഇന്ത്യ. അതിന്റെ നടുവിലാണ് ട്രംപ് അസിം മുനീറിന് ഇത്തരത്തിലൊരു ക്ഷണം നൽകിയിരിക്കുന്നത്. 300 കോടിയിലധികം ജനങ്ങളുള്ള ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇതിന്റെ പിന്നാലെ ട്രംപിന്റെ ഫോൺ കോളിന് പ്രതികരിച്ചതും ശ്രദ്ധേയമാണ്. വാഷിംഗ്ടൺ സന്ദർശിക്കാൻ ട്രംപ് നൽകിയ ക്ഷണം മോദി നിരസിക്കുകയും ക്രൊയേഷ്യയിലേക്ക് നിശ്ചയിച്ച യാത്ര തുടരുകയും ചെയ്തു. സത്യത്തിൽ അസിം മുനീറിനെയും നരേന്ദ്രമോദിയെയും ഒന്നിച്ച് ക്ഷണിച്ചുകൊണ്ട് ട്രംപ് ലക്ഷ്യമിട്ടത് എന്തായിരുന്നു? മോദിയെയും മുനീറിനെയും ഒരേ സമയം വാഷിംഗ്ടണിൽ എത്തിച്ച് ഇന്ത്യയും പാകിസ്ഥാനെയും ഒരേ തട്ടിൽ വയ്ക്കാനുള്ള ശ്രമമായിരുന്നോ അതെന്നും സംശയമുണ്ട്. നയതന്ത്ര ലോകത്ത് ഇതിനെ ഹൈഫനേഷൻ എന്നാണ് വിളിക്കുന്നത്. എന്നാൽ ഇന്ത്യ എപ്പോഴും എതിർക്കുന്ന ഒരു നീക്കമാണിത്. ട്രംപുമായി ഫോൺ കോളിലൂടെ 35 മിനിറ്റോളം നീണ്ട സംഭാഷണത്തിൽ മോദി അമേരിക്കയുടെ മധ്യസ്ഥത ഒരിക്കലും സ്വീകരിക്കില്ലെന്ന് ട്രംപിനെ വ്യക്തമായി തന്നെ അറിയിച്ചിരുന്നു. കൂടാതെ ട്രംപ് നിരവധി തവണ പറഞ്ഞിരിക്കുന്ന ഇന്ത്യ പാകിസ്ഥാൻ വെടിനിർത്തലിന് താൻ ഇടനിലക്കാരനായി എന്ന വാദവും മോദി നിഷേധിച്ചു. എന്നിരുന്നാലും ഈ സംഭാഷണത്തിന് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ട്രംപ് വീണ്ടും താൻ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം തടഞ്ഞുവെന്ന് അവകാശപ്പെട്ടു. ഇന്ത്യയുമായി വലിയ വ്യാപാര കരാർ വരുന്നു എന്നായിരുന്നു ട്രംപിന്റെ മറ്റൊരു പ്രസ്താവന. ട്രംപിന്റെ ഇത്തരം നയസമീപനങ്ങൾ സ്ഥിരതയില്ലാത്ത രാഷ്ട്രീയ തന്ത്രത്തിന്റെ ഭാഗമാണോ എന്നും വിദഗ്ധർ പരിശോധിക്കുന്നുണ്ട്. ട്രംപ് അസിം മുനീറിനോട് ഇത്തരത്തിലൊരു അനുകൂല സമീപനം സ്വീകരിക്കുന്നതിന് പിന്നിൽ പല കാരണങ്ങളും അന്താരാഷ്ട്ര സമൂഹം സംശയിക്കുന്നുണ്ട്. അതിലൊന്നാമത്തേത് തീവ്രവാദ വിരുദ്ധ പോരാട്ടമാണ്. പാകിസ്ഥാൻ തീവ്രവാദത്തിലെന്നും ഇരട്ടത്താപ്പ് കളിക്കുന്നവരാണ്. പക്ഷേ അമേരിക്ക അത് കണ്ടില്ലെന്ന് നടിക്കുന്നു. അഫ്ഗാനിസ്ഥാനിലെ IS-നെ തകർക്കാൻ അവർ ആശ്രയിക്കുന്നത് പാകിസ്ഥാനെയാണ്. ഒരു അമേരിക്കൻ ജനറൽ പാകിസ്ഥാനെ അസാധാരണ പങ്കാളി എന്നാണ് വിശേഷിപ്പിച്ചത്. രണ്ടാമതായുള്ള കാരണം ഇറാനാണ്. പാകിസ്ഥാനും ഇറാനും തമ്മിൽ 900 കിലോമീറ്റർ അതിർത്തി പങ്കിടുന്നുണ്ട്. യുദ്ധം വന്നാൽ അമേരിക്കയ്ക്ക് പാകിസ്ഥാന്റെ താവളങ്ങളോ രഹസ്യ വിവരങ്ങളെയോ ആശ്രയിക്കേണ്ടി വരും. എന്നാൽ അമേരിക്കയ്ക്ക് മേഖലയിൽ തന്നെ മതിയായ സൈനിക സാന്നിധ്യമുള്ളപ്പോൾ അതിനുള്ള സാധ്യത വളരെ കുറവാണ്. മൂന്നാമത്തെ സാധ്യതയാണ് ഏറ്റവും രസകരം. അതൊരു ബിസിനസ് ഡീലിൻ്റേതാണ്. ട്രംപ് കുടുംബം പാകിസ്ഥാനുമായി ഒരു ക്രിപ്റ്റോ കരാർ ഒപ്പിട്ടു എന്നാണ് അറിയാൻ കഴിയുന്നത്. പാകിസ്ഥാൻ ക്രിപ്റ്റോ തരംഗത്തിൽ ചാടാൻ ശ്രമിക്കുന്നു. ഇത് ട്രംപിന്റെ വ്യവസായ താൽപ്പര്യങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ പണക്കൊതിയനായ ട്രംപിന് ലാഭകരമായുള്ള കരാർ നൽകിയതിന്റെ നന്ദി സൂചകമായാകാം അസിം മുനീറിനെ ഉച്ചഭക്ഷണത്തിനായി ക്ഷണിച്ചതെന്നും സംശയമുണ്ട്. എന്തു തന്നെയായാലും ഇന്ത്യ ജാഗ്രതയോടെ ഈ നീക്കങ്ങളെ വിലയിരുത്തുകയാണ്. അമേരിക്കയ്ക്ക് ഇന്ത്യ പ്രധാന പങ്കാളിയാണെന്നതിൽ മാറ്റമില്ലെങ്കിലും ട്രംപിനെ പോലുള്ള നേതാക്കളുടെ മേൽ തകർന്നടിയുന്ന വിശ്വാസ്യത ഇന്ത്യയിലും അലയടിച്ചേക്കാം. ലോകവേദിയിൽ നയതന്ത്രങ്ങൾ പലതും അരങ്ങേറുമ്പോൾ ഇന്ത്യ രാജ്യത്തിൻ്റെ സുതാര്യമായ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. ഇന്ത്യ എപ്പോഴും അക്ഷമയോടെയല്ല, പകരം അതിജാഗ്രതയോടെയാണ് പ്രവർത്തിക്കുന്നത്.